5000 അത് വളരെ കുറഞ്ഞുപോയി. ഇതൊരു സാധാരണ സമ്മേളനമല്ല, ഭരണകക്ഷിയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു ശക്തി പ്രകടനമാണ്. കുറഞ്ഞത് 25,000 രൂപയെങ്കിലും നിങ്ങൾ തരണം. 25,000 രൂപയോ? അത് നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഈ റേഞ്ചിലെ മുഴുവൻ ചാരായ ഷാപ്പും ബ്രാൻഡ് ഷാപ്പും പിടിച്ചിരിക്കുന്നത് നിങ്ങളല്ലേ. ചുരുങ്ങിയത് 10 ലക്ഷം പേരെങ്കിലും പ്രകടനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തും. അന്നേ ദിവസത്തെ നിങ്ങളുടെ മദ്യഷാപ്പുകളിലെ പിരിവിന്റെ ചെറിയൊരു അംശം മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. 10 ലക്ഷം പേര് ഇവിടെ വരുമോ? അതിൽ കൂടുന്നതല്ലാതെ കുറയില്ല. ഇത്രയധികം ചാരായം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ ഞാനിങ്ങനെ ഉണ്ടാക്കും. വാഷ് മൂപ്പിച്ച് വാറ്റിയെടുക്കണ്ടേ? അതൊക്കെ മുതലാളിയോട് പറഞ്ഞേക്കൂ. വരൂ. 10-ാം തീയതി ഇവിടത്തെ സമ്മേളനം. അന്ന് അവിടുന്ന് സ്പിരിറ്റ് ആയിട്ട് എന്താ കാര്യം? ലോറി ഇവിടെ തന്നെ 2 ദിവസം എടുക്കൂലേ? ഉടനടി നിങ്ങൾക്ക് ക്ലിയറൻസ് വാങ്ങാൻ പറ്റുമോ? എന്താ തെളിയിച്ച് പറ. പൊങ്ങൽ ഹോളിഡേയോ? വേണ്ട, പണ്ടാരം പിടിക്കാവുന്നൊരു പൊങ്ങല്. സ്വാമി, നമ്മുടെ കയ്യിൽ ചരക്കം തിരിപ്പുണ്ട്. ഒറിജിനൽ 3000 ലിറ്റർ സ്റ്റോക്ക് ഉണ്ട്. പുരുഷ, നീ ഒരു ലോറിയായി തൃശ്ശൂർ വരെ പോണം. നാടനായാലും എന്ത് പണ്ടാരമായാലും വേണ്ടില്ല, കിട്ടിയതൊക്കെ വാങ്ങിട്ട് വാ. വരതാ, നീ തിരുവനന്തപുരം വരെ പോണം. നമ്മുടെ കൃഷ്ണൻ വൈദ്യരുടെ കയ്യില് മെഡിക്കൽ കോളേജിൽ നിന്ന് ലേലത്തിൽ വിളിച്ച കുറെ സ്പിരിറ്റ് ഇരിപ്പുണ്ട്. അതൊന്ന് ശവോട്ട് വെച്ചിരുന്നാണെന്ന്. അതെന്തോ ആട്ടെ, നീ സാധനം പുറഞ്ഞിനെ ഏൽപ്പിച്ചാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം മുതലാളി? ബ്ലെൻഡ് ചെയ്യണം. താൻ വാറ്റിയ സാധനത്തിൽ ചേർത്താ മതി. കൂട്ട് ഞാൻ പറഞ്ഞുതരാം. നബീസ, എന്റെ ചോറ്റുപാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാ. ഇതിലെ ചോറ് മുഴുവൻ തിന്നണം. ഏറ്റു. മോഞ്ചല്ലേ, ബാപ്പ പോരാ. അല്ല, ആരിത് കുട്ടിയാമുക്കിയ? നീ ബാപ്പുപ്പാനെ മറന്നാ മോനെ? ഇല്ല. മോന് കാവറ മുട്ടായി വാങ്ങിക്കാൻ ബാപ്പുപ്പാന്റെ ഈ പൈസ തികഞ്ഞില്ല മോനെ. ഓനിപ്പോ എല്ലാ മുട്ടായും തിന്നും ബാപ്പ. കബീറിന്റെ വല്ല വിവരവും കിട്ടിയോ? ആരന്വേഷിക്കാനാ മോളെ? ഒരു കണക്കിന് ഓൻ നാട് വിട്ടുപോയി നന്നായി. ഓനെങ്കിലും രക്ഷപ്പെടുമല്ലോ. സലിമേ, വാടക ബാക്കിക്ക് ഒരേ ചെയ്യാൻ കോടതിയിൽ നിന്ന് വിധിയായപ്പോ നിന്റെ ഇക്കാക്ക ഉള്ളത് മുഴുവൻ കെട്ടിപ്പറക്കി കെട്ടിയോളെയും കൂട്ടി ഓളുടെ നാട്ടിലേക്ക് പോയി. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കുട്ടിയമ്മക്ക, കുത്തിരിക്ക്. മോളെ, ഈ ഇത്തിരി ചായ ഉണ്ടാക്ക്. ഞാൻ പോണു മോളെ, ഞാൻ പോണു. ബാപ്പ എങ്ങട്ടാ? അറിഞ്ഞുകൂടാ. പടശവും 3 ആമക്കളെ എനിക്ക് തന്നിട്ടു. ഇന്നലെ അന്തി ഉറങ്ങിയിട്ട് പള്ളിക്കല. ഞാൻ പോണു. നിക്കേ, അങ്ങനെ പോവാൻ നിങ്ങളെ നമ്മള് സമ്മതിക്കില്ല. സലീം നിങ്ങളെ വിട്ടിട്ട് പോകുന്നതല്ലോ, മജീദോന് പുരയും നിറക്കി വിട്ടതല്ലേ. ഇതെന്നെ നിങ്ങളെ പേരാണ്. ബാപ്പ, ഞങ്ങളുടെ ഇവിടെ താമസിക്കണം. ഭർത്താനും പറയാതെ വേ ചായ ഉണ്ടാക്കും മോളെ. വരും ബാപ്പ. ജാക്കി വെച്ചിട്ട് അവിടെ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്യാത്ത ഒറ്റ കാറ് പോലും ഇല്ല. എന്നാൽ അത് റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പിനകത്തോ കത്തിച്ച ചൂട പോലത്തെ ചൂട. ആ ചെറിയ സ്പാൻഡർ എടുത്ത്. മോളെ ചെമ്പകം, നാളെ കാലയിലെ അപ്പ വന്ന് ചേരലിന പാല് നമ്മ കുമാരൻ കിട്ട കൊടുത്തു. നിർത്ത്. അല്ല അണ്ണാച്ചി എങ്ങോട്ടാണ് ഈ കൊടിയും പൊടിയും ചോദിച്ച്? വയനാട്ടിക്ക് ഒരു എരുമയെ കച്ചവടാക്കാൻ. നിങ്ങൾ കച്ചേരി മുടിച്ചിട്ട് കഴിഞ്ഞ വഴിയാണ്. പോയി ഓ, ആ വണ്ടി വിട്ടോളൂ. കുറഞ്ഞു കഴിയുന്നത് വേഗം സാധനം എത്തിക്കാം. അങ്ങോട്ട് വയ്ക്കും, കുറെ അങ്ങോട്ട് വയ്ക്കും. മറിയേ, എങ്ങനെ ഇതിന്റെ കൂട്ട്? അതൊക്കെ എനിക്കറിയാം. മുതലാളി പറഞ്ഞു തന്നിട്ടുണ്ട്. നീ അടുപ്പിൽ കുറച്ചുകൂടെ വിറക്.
അവളെ കെട്ടോടാ. ഞാൻ ഈ ചേരിയിൽ ഒരു പെണ്ണും തന്തയില്ലാത്ത ഒരു കുഞ്ഞിനെ പറ്റിയിട്ടില്ല. നീ അവളെ കിട്ടൂടാ. കൊല്ലും ഞാൻ അവന്. എൻ വളരെ മോശം ചെയ്ത അവനെ ഞാൻ വെട്ടി തൂർപ്പേ. ബഹളം വെക്കാതെ അണ്ണാച്ചി, നാട്ടുകാരെ അറിഞ്ഞല്ലേ അതിന്റെ മാലക്കേട് നിങ്ങൾ നോക്കണം. இதுக்கு மேல என்ன மானக்கேடு இருக்கையா? என் மானமே போச்சு. ஊரும் பேரும் தெரியாத அந்த பையனுக்கு ஏன் பண்ணையா நீ கேக்குறது? நான் யாரெന്ന് நினைச்சுக்கிட்டே നീ? താൻ ആരായാലും എനിക്കെന്നാടൂ? ഊരും പേരും തിരക്കിട്ടാണോ തന്റെ മാൾ അവനെ വിളിച്ചതിനകത്ത് കയറ്റി? ഇനി താൻ സമ്മതിച്ചില്ലോടല്ലോ. അവൾ അവന്റെ കൂടെ ഇറങ്ങി പോകുന്നതോടെ എനിക്ക് വേണ്ടി വരും. കടവുളേ അണ്ണാച്ചി എനിക്ക് അറിഞ്ഞിട്ടുണ്ടാ ബാക്കി നടക്കേണ്ട കാര്യത്തെ പറ്റി ഞാൻ ആലോചിക്കാം. അതാലോചിച്ചതാരയ്യാ ഞാൻ കരയുന്നത്. എങ്ക ജാതിയിലെ ഒരു പൊണ്ണക്ക് കല്യാണം എന്ന എവളവ് ചെലവം തെരിയുമോ உங்களுக்கு? എൻ കയ്യിൽ പണമേ ഇല്ലയ്യാ. പണം ഇല്ലാത്തതിനെ പറ്റി അണ്ണാച്ചി സങ്കടപ്പെടണ്ട. ചെമ്പകത്തിന്റെ കല്യാണം ഈ ചേരിയിലുള്ള ഞങ്ങൾ എല്ലാവരും കൂടി നടത്തി തരുന്നേ. അതെ,